എന്തായാലും 10ാം ക്ലാസ്സിലെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ നേരത്തെ പേരിട്ട് പഠിച്ച ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ റിയാക്ഷനുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. സോ നമ്മൾ നോക്കാൻ പോണ ചാപ്റ്ററിന്റെ പേര് റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് 2 പാർട്ടുകളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ പഠിച്ച 2-3 കോമ്പൗണ്ടുകളെ പറ്റി കൂടുതൽ പഠിക്കുക എന്നുള്ളതും. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ 1-2 റിയാക്ഷനുകളെ പറ്റി പഠിക്കുക എന്നുള്ളത്. നോക്കാം, നമുക്ക് ആദ്യം ഈ വീഡിയോയിൽ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ റിയാക്ഷനുകളെ കവർ ചെയ്യാം. നോക്കാം. സോ നമുക്ക് 4-5 റിയാക്ഷൻസ് പഠിക്കാണ്ട് നോക്കാം. സോ നമ്മൾ ആദ്യം പഠിക്കുന്ന റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. രണ്ടാമത് നമ്മൾ അഡിഷൻ റിയാക്ഷൻ പഠിക്കും. മൂന്നാമത് നമ്മൾ കമ്പഷൻ പഠിക്കും. കമ്പഷൻ എങ്ങനെ ബാലൻസ് ചെയ്യണം നമ്മൾ പഠിക്കും. നാലാമത് നമ്മൾ പോളിമറൈസേഷൻ പഠിക്കും. അഞ്ചാമത്തത് നമ്മൾ തെർമൽ ക്രാക്കിംഗ് പഠിക്കും. തെർമൽ ക്രാക്കിംഗ് പഠിക്കും. വളരെ സിമ്പിൾ ആണ്. ഈ 5 റിയാക്ഷൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. 4 മാർക്ക്. ഓക്കെ, ഈ ടോപ്പിക്കിന്റെ വെയിറ്റേജ് 4 മാർക്കാണ്. അത് മാത്രമല്ല, ഈ 4 മാർക്ക് ഇങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഈ 4 റിയാക്ഷൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. മിക്ക SSLC എക്സാമിനും ഈ ഒരു 5 റിയാക്ഷൻ ഒരു ബോക്സ് പോലെ നിങ്ങൾക്ക് തരും. നിങ്ങൾ അത് മാച്ച് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ അതിന് ആൻസർ പോലും എഴുതണ്ട. അത്ര സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. പക്ഷെ നോക്കാം, നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 4 മാർക്ക് ഉറപ്പാണ്. നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോക്കാം. സോ നമ്മൾ സാധാരണ ഒരു ഫുട്ബോൾ കളിയിൽ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ഇതാണ് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, 11 പേരുണ്ട്. ഓക്കെ, കോച്ചിന് തോന്നുവാണ് ഇയാൾ നല്ലോണം കളിക്കുന്നില്ല, അല്ലെങ്കിൽ ഇയാളെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ലെ? ഇവനെ നമ്മൾ പുറത്തോട്ട് കളഞ്ഞിട്ട് പുതിയ ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പ്ലേ ഗ്രൗണ്ടിലോട്ട് വിടും, അല്ലെ? ഒരാളെ മാറ്റിയിട്ട് വേറൊരാളെ പകരം ഇറക്കും. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. അതേപോലെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് അകത്തുള്ള ഒരാളെ നമ്മൾ മാറ്റിയിട്ട് പകരം എന്ത് ചെയ്യും? ഒരാളെ കിട്ടും. നോക്കിക്കോ, ഒരു എക്സാമ്പിൾ നോക്കിക്കോ. എടാ, ഈ കോമ്പൗണ്ട് നിങ്ങൾക്ക് പരിചയം കാണും, CH4. എന്താണ് CH4 എന്ന് പറഞ്ഞാൽ? നോക്കടാ, ഇവിടെ ഒരേ ഒരു കാർബണല്ലേ ഉള്ളൂ. ഒരേ ഒരു കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? മെത്ത് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മെത്ത്. അതേപോലെ സിംഗിൾ ബോണ്ട് അല്ലേ ഇത്? അപ്പൊ നമ്മൾ ഇതിന്റെ പേര് എന്ത് വിളിക്കും? മീതെയിൻ എന്ന് പറയും. ഇതിന്റെ പേര് മീതെയിൻ ആണെന്ന് പറയും. മീതെയിൻ. സോ ഈ ഇരിക്കുന്ന മീതെയിൻ അകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നൈസിന് 2 ക്ലോറിന് വിടുന്നു. നൈസിന് ആരെ വിടുന്നു? 2 ക്ലോറിന് വിടുന്നു. എന്തിന്റെ പ്രസൻസില്? സൺലൈറ്റിന്റെ പ്രസൻസില്. എന്തിന്റെ പ്രസൻസില? സൺലൈറ്റിന്റെ പ്രസൻസില്. സോ വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ്. മീതെയിനകത്തോട്ട് ക്ലോറിൻ ആഡ് ചെയ്യുന്നു. മീതെയിനകത്തോട്ട് ക്ലോറിൻ ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഇരിക്കുന്ന H ഉണ്ടല്ലോ, അവിടെ 4 എണ്ണം ഉണ്ട്. ഇവിടെ മൊത്തം H. അതിൽ ഒരു H നമ്മൾ എടുത്ത് വെളിക്കളയും. ഓക്കെ, ഈ ഇരുന്ന 4 Hല് ഒരു H നമ്മൾ വെളിക്കളയും. അപ്പൊ എത്ര H ഉണ്ടാ ബാക്കി? 4 ഒരെണ്ണം പോയി കഴിഞ്ഞാൽ CH3. എന്നിട്ട് പകരം ഇവിടെ ഇരിക്കുന്ന ഒരു ക്ലോറിനെ ഇങ്ങോട്ട് വെക്കും. ഒരു Hനെ നമ്മൾ എടുത്ത് കളയുന്നു, പകരം ആരെ വെക്കുന്നു? ഒരു ക്ലോറിനെ വെക്കുന്നു. CH3Cl. ഇവിടുന്ന് ഒരു H ഇറങ്ങി പോയില്ലേടാ. ഇവിടെ Cl2 ആയിരുന്നു, 2 Cl ഉണ്ടായിരുന്നു. അപ്പൊ ഒരു Cl ബാക്കിയില്ലേ? ആ ഇറങ്ങിപ്പോയ Hഉം ബാക്കിയുള്ള Clൂടെ ചേർന്ന് എന്തായിട്ട് മാറുന്നു? HCl ആയിട്ട് മാറും. സംഭവം സിമ്പിൾ, വളരെ സിമ്പിൾ, വെരി സിമ്പിൾ. ഒന്നുമില്ല. ഇവിടുത്തെ സംഭവിച്ചേ CH4 ന്ന് ഒരു Hനെ നമ്മൾ ഇറക്കി മാറ്റുന്നു, പകരം ഒരു Clനെ വെക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സംഭവം ക്ലിയർ ആണോ? ഓക്കെ, ഈ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. നോക്കോ, ഞാൻ ഈ ഒരു കോമ്പൗണ്ട് എടുക്കുന്നു. ഈ കോമ്പൗണ്ട് അവിടെ കൊണ്ടുവരുന്നു. നോക്കോ, ഈ കോമ്പൗണ്ട് അവിടെ കൊണ്ടുവരുന്നു. നോക്കോ, CH3Cl പ്ലസ് Cl2 ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ന് സംഭവിക്കും. ഈ വീഡിയോ നിങ്ങൾ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പോസ് ചെയ്തോ. ഓക്കെ, ശ്രദ്ധിക്കുക. സോ CH3Cl പ്ലസ് Cl2 എന്ത് സംഭവിക്കും? നമ്മൾ Hനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഒരു Hനെ ഇറക്കി വിടുന്നു, പകരം ഒരു Cl എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് കയറുന്നു. ഒരു H ഇറങ്ങി പോയി എത്ര എണ്ണമാവും? 2 എണ്ണമാവും. 1. CH2 3 പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ 3 പോയി കഴിഞ്ഞാൽ 2. ഓക്കെ അല്ലേ? ഇവിടെ ഓൾറെഡി ഒരു Cl ഇല്ലേടാ. ആ ഒരു Cl ഓൾറെഡി ഉള്ളെടുത്തുനിന്ന് വേറെ Cl വന്ന് കയറി കഴിഞ്ഞാൽ എത്ര Cl ആവും? 2 Cl ആവും. CH2Cl2. കണ്ടോ, വളരെ സിമ്പിൾ ആണ്. ഇവിടുന്ന് ഒരു H ഇറങ്ങി പോയില്ലേ?
ഇവിടെ ബാക്കി ഒരു CL ഇരിപ്പില്ലേ? അപ്പൊ HCl എന്തായിട്ട് മാറും? HCl ആയിട്ട് മാറും. പ്ലസ് HCl. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഈ റിയാക്ഷൻ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഈ റിയാക്ഷൻ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. നോക്ക്, ഞാൻ ഈ സാധനത്തിനെ പിന്നെ എടുക്കുന്നു, ഈ സാധനം പിന്നെ എടുക്കുന്നു. CH2 Cl2 പ്ലസ് Cl2 ഇൻ പ്രസൻസ് ഓഫ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, സൺലൈറ്റിന്റെ പ്രസൻസിൽ. ഓക്കെ അല്ലേ? സോ പറയടാ രാവിലെ ക്ലോറിൻ വന്നിട്ട് CH2Cl ചോദിക്കുവാണ്, എന്നെ കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കോ? അപ്പൊ എന്ത് ചെയ്യും? CH2Cl2 തന്റെ H അങ്ങ് ഇറക്കി വിടും, പകരം ആരെ കയറ്റും? ഒരു ക്ലോറിനെ കയറ്റും. CH2Cl2 ഒരു H ഇറങ്ങി പോയി കഴിഞ്ഞാൽ ബാക്കി എന്തിനുള്ള? CH. Cl2 ഒരു Cl വന്നു കഴിഞ്ഞാൽ Cl3 പ്ലസ് HCl. സിമ്പിൾ സിമ്പിൾ. ഇവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോഫോം. ക്ലോറോഫോം. ഓക്കെ, ഇവനെ വിളിക്കുന്ന പേരാണ് നമ്മള് ക്ലോറോഫോം. ഓക്കെ, ഈ റിയാക്ഷൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാം, ഈ റിയാക്ഷൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാം. CH ഓക്കെ, CH Cl3 plus Cl2 gives sunlight. എന്തുവരും? H നെ ഇറക്കി വിടുക, Cl നെ കയറ്റുക. വളരെ സിമ്പിൾ. H നെ ഇറക്കി വിടുക, Cl നെ കയറ്റുക. H നെ ഇറക്കി വിടുക, Cl നെ കയറ്റുക. H നെ കള എന്ത് കിട്ടും? ഒരു H പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഒരു H പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? C. ഒരു H പോയി, ഈ H ഒന്നും ഇല്ല, ബാക്കി ആരാ ഉള്ളത്? ഒരു Cl ഇങ്ങോട്ട് കയറ്റുക. അപ്പൊ എന്ത് വരൂടാ? ഓൾറെഡി 3 Cl ഉണ്ട്, ഒരു Cl വരുമ്പോ CCl4 പ്ലസ് HCl. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലോറോ ഫ്ലൂറോ സോറി ഇതിനെ വിളിക്കുന്ന പേരാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. വെരി വെരി ഇമ്പോർട്ടന്റ്. കാർബൺ ടെട്രാ ക്ലോറൈഡ്. കാർബൺ ടെട്രാ ക്ലോറൈഡ്. കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഓക്കെ അല്ലേ? കാർബൺ ടെട്രാ ക്ലോറൈഡ്. നോക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഒന്നുകൂടെ നോക്കാം. സെക്കൻഡ്. അടിച്ചു പോയി, വേണ്ട, നോക്കാം. സോ സംഭവിച്ചെന്താ? ഒന്നുമില്ല, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തിക്കൊണ്ടേയിരുന്നു അവസാനം CCl4 കിട്ടുന്ന വരെ. ഈ സാധനം നമുക്ക് സ്ട്രക്ചേർഡ് ഫോമിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ CH4 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നടന്നത്? ഇതല്ലേ CH4. ആക്ച്വലി എന്താ നടന്നെന്ന് നോക്കാം. ഇതിൽ CH4 പ്ലസ് Cl2. ആക്ച്വലി എന്താ നടന്നേ? ഇവിടെ ആക്ച്വലി എന്താ നടന്നേ? ഇതിൽ ഏതെങ്കിലും ഒരു H നിങ്ങൾ ഇറക്കില്ല. സപ്പോസ് ഞാൻ ഈ H നെ ഇറക്കി വിട്ടു, പകരം ആരെ കയറ്റി? ഇവിടെ ഒരു Cl നെ കയറ്റി. CH ഈ H ന് പകരം ആരെ കയറ്റി? Cl നെ കയറ്റി. പ്ലസ് ഇറങ്ങിപ്പോയ H ബാക്കിയുള്ള Cl ചേർന്ന് HCl ആയിട്ട് മാറി. നേരത്തെ ചെയ്ത അതേ റിയാക്ഷൻ ഞാൻ എന്ത് ചെയ്തു? പരീക്ഷ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, അതാണ് ഞാൻ ഇതുകൂടെ കാണിച്ചു തരുന്നത്. ഓക്കെ അല്ലേ? മിക്കവാറും നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കുമല്ലോ ചോദ്യം വരുന്നത്. സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, അത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഡാഷ് ഇട്ട് തരും. ഈ സാധനം തരൂല, നിങ്ങൾക്ക് ഇവിടെ ഡാഷ് ഇട്ട് തരും. എന്നിട്ട് പറയുന്നത് ഫില്ല് ചെയ്യാൻ പറയും. ഇങ്ങനെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റൻ ചോദിക്കാം. അത് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചലഞ്ച് ക്വസ്റ്റൻ ആണ്. സോ ഈ ക്വസ്റ്റൻ ഒന്ന് ട്രൈ ചെയ്യാം. CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് Cl2 ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ആൻസർ എന്ത് കിട്ടുമെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആണ്. H നെ എടുത്ത് കളയാ, Cl നെ കയറ്റുക. ഇനി നിങ്ങൾ മൈൻഡിൽ ഇത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിയാക്ഷൻ ആണോ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാവുക. ഈ റിയാക്ഷനുകൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടതെന്ന്? നിങ്ങൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സിംഗിൾ ബോണ്ട് ആണ് കാണാൻ പറ്റുക, അല്ലടാ? നിങ്ങൾക്ക് ഇവിടെ എന്ത് ബോണ്ടാ കാണാൻ പറ്റുക? സിംഗിൾ ബോണ്ടാണ് കാണാൻ പറ്റുക. സിംഗിൾ ബോണ്ടും അതേപോലെ ഇവിടെ നിങ്ങൾ ക്ലോറിൻ ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലടാ? കാണാൻ പറ്റുന്നില്ലേ? അതേപോലെ നിങ്ങൾ ആരുടെ മുകളിൽ സൺലൈറ്റും കാണുന്നില്ലേ? ഈ സാധനം ഉണ്ടെങ്കിൽ ഓക്കെ, സിംഗിൾ ബോണ്ട് ആവണം, എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്യണം, സൺലൈറ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ കാണുവാണെങ്കിൽ ഉറപ്പിച്ചത് അതെന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. വളരെ സിമ്പിൾ. നോക്കുക, സിംഗിൾ ബോണ്ട് ആണോ നോക്കുക, ക്ലോറിനോ എന്ത് സാധനം ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക, സൺലൈറ്റ് ഉണ്ടോ നോക്കുക. ഓക്കെ ആണോ? സോ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? സോ ഇനി അഡിഷൻ റിയാക്ഷൻ. പ്രത്യേകത അഡിഷൻ റിയാക്ഷൻ. നമ്മൾ അഡിഷൻ റിയാക്ട് ചെയ്യുന്നത് എപ്പോഴും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനകത്താണ്. എപ്പോഴും നമ്മൾ അഡിഷൻ റിയാക്ട് ചെയ്യുക അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനകത്താണ്. എന്താണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്? എന്താണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ ഡബിൾ ബോണ്ടോ
ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്ത് വിളിക്കുക? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് വിളിക്കുക. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് വിളിക്കുക. അപ്പൊ അഡിഷൻ റിയാക്ഷൻ എപ്പോഴും നടക്കുന്നത് എപ്പോഴും ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടിലായിരിക്കും. നമുക്ക് നോക്കാം അഡിഷൻ റിയാക്ഷൻ എങ്ങനെ ചെയ്യാൻ നോക്കോ. സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. ഓക്കേടാ, ഇവിടെ ഇതിന്റെ സാധനത്തിന്റെ പ്രത്യേകത ഓക്കെ. CH2 ഡബിൾ ബോണ്ട് CH2 ഓക്കെ അല്ലേ? ഇവിടെ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അതേപോലെ ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ആരോടെ മുകളിൽ നിക്കൽ ചെയ്തിട്ടുണ്ട്. എന്തുണ്ട്? നിക്കൽ വരാം, പലേഡിയം വരാം, പ്ലാറ്റിനം വരാം. ഓക്കെ, സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തോന്നുന്നു നിക്കലാണല്ലോ. ഓക്കെ, സോ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഇത് അഡിഷൻ, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണോ? അല്ല. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ സൺലൈറ്റ് വന്നേനെ, അതേപോലെ ഇവിടെ സിംഗിൾ ബോണ്ട് വന്നേനെ. ഇവിടെ ഡബിൾ ബോണ്ട് ആണ്, ആരോടെ മുകളിൽ നിക്കൽ വന്നേക്കുന്നത്. അപ്പൊ ഉറപ്പിച്ചോ അതെന്ത് റിയാക്ഷനാ? അഡിഷൻ റിയാക്ഷനാ. ഇനി എങ്ങനെ നമ്മൾ അഡിഷൻ റിയാക്ഷൻ ചെയ്യുന്നത്? അഡിഷൻ റിയാക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? നോക്കോ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അഡിഷൻ റിയാക്ഷൻ ചെയ്യാം? അഡിഷൻ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിന്റെ ഒരു ബോണ്ട് അങ്ങ് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. ഒരു ബോണ്ട് അങ്ങ് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത രണ്ട് കാർബൺ ഇല്ലടാ, ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത രണ്ട് കാർബൺ ഇല്ലേ, ആ രണ്ട് കാർബണിനകത്തോട്ട് ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഇല്ലടാ, അതിൽ ഓരോ ഹൈഡ്രജൻ എന്ത് ചെയ്യുക? എൻട്രി ചെയ്യിപ്പിക്കുക. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അഡിഷൻ റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബോണ്ടിനെ ഓർമ്മ അങ്ങ് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന ഹൈഡ്രജനെ ഓരോ കാർബണിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ബ്രേക്ക് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. വളരെ സിമ്പിൾ. ഓക്കെ, ഇവിടെ രണ്ട് ഹൈഡ്രജനെ ഉള്ളായിരുന്നുള്ളൂ. ഇവിടെ ഒരു ഹൈഡ്രജൻ വരുമ്പോൾ എന്തായിട്ട് മാറണം? CH3 ആയിട്ട് മാറും. കണ്ടോ? ഇത് ഡബിൾ ബോണ്ട് ആയിരുന്നു. ഒരു ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്തു. അപ്പൊ എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ. ഇവിടെ രണ്ട് ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ വരുമ്പോൾ CH3. വളരെ സിമ്പിൾ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 CH3 നോക്കടാ. പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. എന്ത് വരും ആൻസർ പറ. ഇതിനകത്ത് ഡബിൾ ബോണ്ട്. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ട് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണ്. അതേപോലെ ഇതിനകത്ത് H2 എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ആരോടെ മുകളിൽ നിക്കൽ ഉണ്ട്. ഉറപ്പിച്ചു എന്ത് റിയാക്ഷനാ? അഡിഷൻ റിയാക്ഷൻ. ഇതെങ്ങനെ ചെയ്യും നമ്മൾ? ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യണം? ഒരു ബോണ്ട് പൊട്ടിക്കണം. ആ പൊട്ടിച്ച ബോണ്ടിനകത്തോട്ട് എന്ത് ചെയ്യാം? രണ്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യാം? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബോണ്ട് പൊട്ടിക്കാം. പൊട്ടിച്ച കാർബൺ ഇതല്ലേണം, ഈ രണ്ട് കാർബണിന്റെ ബോണ്ടിലെ പൊട്ടിച്ച് ആ പൊട്ടിച്ച സ്ഥലത്തോട്ട് എന്ത് ചെയ്യുക? രണ്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യുക? പറഞ്ഞോളൂ. കണ്ടോ? അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരണം? അതിന്റെ ആൻസർ ഞാൻ താഴോട്ട് എഴുതുവാണ്. CH3 അതേപോലെ എഴുതുക, CH2 അതേപോലെ എഴുതുക. ഓക്കെ, ഇവിടാണ് നമ്മൾ ബോണ്ട് പൊട്ടിച്ചത് അല്ലെ? ഇങ്ങോട്ട് നമ്മൾ ഒരു ഹൈഡ്രജൻ ഇടുക. ബോണ്ട് പൊട്ടിച്ച കാർബൺ CH ആയിരുന്നു, ഒരു ഹൈഡ്രജൻ വരുമ്പോൾ എന്തായിട്ട് മാറും? CH2 ആയിട്ട് മാറും. ഇവിടെ ഡബിൾ ബോണ്ട് ആയിരുന്നു, നമ്മൾ പൊട്ടിച്ചു, എന്താക്കി? സിംഗിൾ ബോണ്ട് ആക്കി. ഈ കാർബൺ ബോണ്ട് പൊട്ടിച്ചായിരുന്നു, അപ്പൊ എന്തായിട്ട് മാറും? CH2 ആയിട്ട് മാറും. സിംഗിൾ ബോണ്ട് CH3. ഇതാണ് നമ്മുടെ ആൻസർ. പറഞ്ഞ മനസ്സിലായോ? ഇത് ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കണം. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 ഓൺ ട്രൈ ചെയ്ത് നോക്കുക. പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് HCl സോറി ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. സോ പോസ് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ, ട്രൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സോ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത ഹൈഡ്രജൻ കാർബണിനകത്തോട്ട് എന്ത് ചെയ്യുക? രണ്ട് ഹൈഡ്രജനെ പറഞ്ഞുവിടുക. സോ എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട് CH ആയിരുന്നു, ഒരു ഹൈഡ്രജൻ വരുമ്പോൾ CH2 ആവും. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആയി. CH2 ആയിരുന്നു, ഒരു ഹൈഡ്രജൻ വരുമ്പോൾ CH3 ആവും. This is our answer. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ എന്ത് ചെയ്യണം? ട്രിപ്പിൾ ബോണ്ട് വന്നാൽ വളരെ സിമ്പിൾ. നോക്കോ, ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസ് നോക്കോ. CH2 സിംഗിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. എന്ത് വരും? എന്ത് ചെയ്യാ? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത കാർബണിനകത്തോട്ട് എന്ത് ചെയ്യുക? ഹൈഡ്രജനെ പറഞ്ഞുവിടുക. എന്തുണ്ടാവണം? CH3 ആണ്. സോറി CH3 സിംഗിൾ ബോണ്ട് കാർബൺ ഒരു ഹൈഡ്രജന് കിട്ടിയില്ലേ? CH ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ട് ആയി. CH ഡബിൾ ബോണ്ട് ആണത്. CH ഒരു ഹൈഡ്രജൻ വരുമ്പോൾ CH2. കണ്ടോ? പക്ഷെ ഇവിടെ വെച്ച് റിയാക്ഷൻ നിൽക്കൂല. റിയാക്ഷൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ആ സാധനം തിരിച്ചെടുക്കാം. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. കണ്ടോ? റിയാക്ഷൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. എന്ത് വരും? ഡബിൾ ബോണ്ട് അല്ലേ? ബോണ്ട് ബ്രേക്ക് ആയി.
എന്ത് പറ്റും? ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് എന്ത് ചെയ്യുക? രണ്ട് ഹൈഡ്രജനെ പറഞ്ഞു വിടുക. വാട്ട് CH3 സിംഗിൾ ബോണ്ട് CH എന്തായിട്ട് മാറും? CH2 ആയിട്ട് മാറും. CH2 ആയിട്ട് മാറും. CH2 ആയിട്ട് മാറും. സിംഗിൾ ബോണ്ട് CH2 എന്തായിട്ട് മാറും? CH3 ആയിട്ട് മാറും. വളരെ സിമ്പിൾ. ഇവിടെ വെച്ച് റിയാക്ഷൻ സ്റ്റോപ്പ്, കാരണം അത് അൺസാച്ചുറേറ്റഡ് അല്ല, സിംഗിൾ ബോണ്ടാണ്. റിയാക്ഷൻ സ്റ്റോപ്പ്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? തന്നെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക, തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരാളെ മാറ്റി മറ്റൊരാളെ വെക്കുക. അഡിഷൻ റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ഡബിൾ ബോണ്ട് കാണും, ബോണ്ട് പൊട്ടിക്കുക. അതിന് പകരം എന്ത് ചെയ്യുക? രണ്ട് ഹൈഡ്രജൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. ചലഞ്ച്. ഓക്കെ, CH2 double bond CH2 plus Cl2 gives presence of nickel. What is the answer? Pause ചെയ്യാ, try ചെയ്യാം. ഓക്കെ, സോ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, Cl2 വന്നില്ലേക്കാം, അവിടെ Cl2 വന്നില്ലേ, അപ്പൊ ഇത് എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അല്ലെ? നോക്കടാ, സൺലൈറ്റ് ആണോ? അല്ല, നിക്കലാണ്. സിംഗിൾ ബോണ്ട് ആണോ? അല്ല, ഡബിൾ ബോണ്ട് ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആവണമെങ്കിൽ എന്താ? സിംഗിൾ ബോണ്ട് ആയിരിക്കണം. അതേപോലെ ഇവിടെ എന്ത് വരണം? സൺലൈറ്റ് വരണം. ഇത് ഡബിൾ ബോണ്ട് അല്ലേടാ, ഇവിടെ നിക്കലല്ലേ വന്നപ്പോ ഉറപ്പായിട്ട് എന്ത് റിയാക്ഷനാ? അഡിഷൻ റിയാക്ഷൻ. അപ്പൊ ഇതിൽ എങ്ങനെ ചെയ്യാം? സെയിം സ്റ്റെപ്പ്, ഒരു വ്യത്യാസവും ഇല്ല. എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാം. ഇനി ഇവിടെ Cl2 അല്ലേ വന്നേക്കുന്നേ, അതിലൊരു Cl എടുത്ത് ഇവിടെ കൊടുക്കുക, ഒരു Cl എടുത്ത് ഇവിടെ കൊടുക്കുക. എന്ത് കിട്ടൂടാ? CH2, ഒരു Cl ഇവിടെ വരുമ്പോ CH2Cl. ഡബിൾ ബോണ്ട് ബ്രേക്ക് എന്തായിട്ട് മാറി? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. ഒരു CH2 കൂടെ ബ്രേക്ക് ചെയ്ത് CH2Cl. വളരെ സിമ്പിൾ. സോ നിങ്ങൾ ഇത്രയും ചെയ്യുവാണെങ്കിൽ ഈ കോമ്പൗണ്ട് ഒന്ന് എഴുതിക്കടാ. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 പ്ലസ് HCl. ഓക്കെ, എന്ത് സംഭവിക്കും? വാട്ട് happens? എന്ത് സംഭവിക്കും? പോസ് ചെയ്യാ, ട്രൈ ചെയ്യാം. ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് തന്നെ ട്രൈ ചെയ്ത് ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. സെയിം സ്റ്റെപ്പ്, ബോണ്ട് ബ്രേക്ക് ചെയ്യാം. എന്ത് ചെയ്യുക? ബോണ്ട് ബ്രേക്ക് ചെയ്യാം. ഈ ഇരിക്കുന്ന ബോണ്ട് ഞാൻ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്ത ബോണ്ട് എടുത്തോട്ട് ആർക്കൊക്കെ വരാൻ വരും? H ഉണ്ട്, Cl ഉണ്ട്. അപ്പൊ ഒരെണ്ണത്തിനകത്തോട്ട് നിങ്ങൾ H കൊടുക്കുക, ഒരെണ്ണത്തിനകത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? Cl കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനകത്ത് H ഉം Cl എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. 10ാം ക്ലാസ് കഴിയുന്നത്. +1 എത്തുമ്പോൾ നമ്മൾ അതിന്റെ റൂളൊക്കെ പഠിക്കും. ഓക്കെ അല്ലേ? ഇവിടെ വിഷയം വരത്തില്ല, നമ്മളത് വലിയ ക്ലാസ് എത്തുമ്പോൾ പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം? H ഉം Cl എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. ഓക്കെ ആണോ? സോ നോക്കോ, എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെയാണ് H കൊടുത്തത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ H കൊടുക്കാം, നിങ്ങൾ ഇഷ്ടം. ഓക്കെ, ഇവിടെ H കൊടുക്കുമ്പോൾ CH2 ആവും അല്ലെ? CH2 ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആയി. ഈ കാർബൺ എന്ത് കൊടുത്തത്? Cl ആ കൊടുത്തത്. CH പ്ലസ് അല്ല, സോറി, CH3. ഇതാണ് ആൻസർ. എത്ര പേർ കറക്റ്റ് ആയെന്ന് കമന്റ് ചെയ്യാം. വളരെ സിമ്പിൾ, ശ്രദ്ധിക്കാം. സോ അഡിഷൻ റിയാക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ 2 ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, CH3 CH2 CH3 പ്ലസ് Cl2 സംതിങ് X എന്തോ സാധനം. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് Cl2 X എന്തോ ഒരു സാധനം Y. So which is substitution reaction and which is addition reaction? ഇതിനകത്ത് ആരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആരാണ് അഡിഷൻ റിയാക്ഷൻ? ഇതിനകത്ത് ആരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇതിനകത്ത് ആരാണ് അഡിഷൻ റിയാക്ഷൻ? പറ, ഇതിനകത്ത് ആരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ആരാണ് അഡിഷൻ റിയാക്ഷൻ? രണ്ടിനകത്ത് അടിച്ചിരിക്കുന്ന Cl2. ഈ സൺലൈറ്റ് ആണോ നിക്കലാണെന്നുണ്ടോ അറിയാനും വയ്യ. X Y എന്നൊക്കെ കൊടുത്തേക്കുന്നത്. എന്ത് ചെയ്യും? വളരെ സിമ്പിൾ, നോക്ക്. ഇത് സിംഗിൾ ബോണ്ട് ആണ്. എല്ലാവരും ഒരു സാധനം ആഡ് ചെയ്തേക്കുക, അപ്പൊ ഉറപ്പിച്ചത് എന്ത് റിയാക്ഷനാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഇത് ഡബിൾ ബോണ്ട് ആണ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. ഒരു സാധനം ആഡ് ചെയ്തേക്കുക, അപ്പൊ ഉറപ്പിച്ചത് എന്ത് റിയാക്ഷനാണ്? അഡിഷൻ റിയാക്ഷനാണ്. ഇങ്ങനെയാണ് നിങ്ങൾ നോക്കണ്ട, ഇങ്ങനെ മനസ്സിലാക്കാം തൽക്കാലം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന റിയാക്ഷൻ കമ്പഷൻ. ഓക്കെ, കമ്പഷൻ. വാട്ട് ഡു യു മീൻ ബൈ കമ്പഷൻ? കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തുക, ജ്വലിക്കുക, കത്തിക്കുക. ഓക്കെ, കമ്പഷൻ. എങ്ങനെയാണ് സാധനം കമ്പസ് ചെയ്യുന്നത്? സപ്പോസ് എനിക്ക് സൾഫറിന് കത്തിക്കണം എന്ന് വിചാരിച്ചോ. സൾഫറിന് കത്തിക്കുന്ന റിയാക്ഷൻ ഞാൻ എങ്ങനെ എഴുതും? S+O2. എന്തെങ്കിലും ഒരു സാധനം കത്തിക്കുന്ന റിയാക്ഷൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നതായിട്ട് എഴുതിച്ചാൽ മതി. ഓക്കെ, S+O2 എന്താ? SO2. This is the combustion of sulfur. Try the combustion of carbon. C+O2 gives CO2. സിമ്പിൾ. കണ്ടോ? പറഞ്ഞ മനസ്സിലായോ?
അപ്പൊ കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാന്ന് അർത്ഥം. നമ്മളവിടെ പഠിക്കാൻ പോകുന്നത് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേടാ. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയില്ല നമ്മൾ പഠിക്കുന്നേ. ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ എന്തിനെ പറ്റിയാ പഠിക്കുന്നത് നമ്മള്? ഹൈഡ്രോ കാർബൺസിനെ പറ്റിയാ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ കമ്പഷനെ കുറിച്ച് പഠിക്കുന്നത് കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് യു മീൻ ബൈ ഹൈഡ്രോ കാർബൺസ്? ഹൈഡ്രജനും കാർബണും മാത്രമുള്ള കോമ്പൗണ്ട്, അതാണ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രജനും കാർബണും മാത്രമുള്ള കോമ്പൗണ്ട്. നോക്കണം, ഈ ഒരു സാധനം നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഒരു ആൽക്കെയിൻ, ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺ. CH4 ആവാം, C3CH3 ആവാം, CH3 CH2 C3 ആവാം, 3 ഹൈഡ്രജൻ, 3 കാർബണുള്ള ആവാം, 4 കാർബണുള്ള ആവാം. ഓക്കെ, സോ ഒരു ആൽക്കെയിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആൽക്കെയിനെ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് 2 കോമ്പൗണ്ടുകൾ പ്രോഡക്റ്റ് കിട്ടും. ആ 2 കോമ്പൗണ്ടുകളാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഏതോ ആൽക്കെയിൻ ആയിക്കോട്ടെ, 1 കാർബണുള്ള ആൽക്കെയിൻ ആയിക്കോട്ടെ, 2 കാർബണുള്ള ആൽക്കെയിൻ ആയിക്കോട്ടെ, 3 കാർബണുള്ള ആൽക്കെയിൻ ആയിക്കോട്ടെ, ആര് കത്തിച്ചാലും നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടത്തുള്ളൂ. ആരാ കിട്ടുന്നേ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. സോ എനി ആൽക്കെയിൻ ഇൻ കമ്പഷൻ, എനി ആൽക്കെയിൻ any alkane on combustion gives carbon dioxide and water and also heat as a product. Okay അല്ലേ? സോ ഏതെങ്കിലും ഒരു ആൽക്കൈനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പഷന് വിധേയമായി കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റും ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഒന്നുകൂടെ, സോ ആൽക്കൈനെ നമ്മൾ കമ്പഷൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണ സാധനം എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റും ആയിരിക്കും എപ്പോഴും. ഓക്കെ, സോ അത് മീത്തേൻ ആയാലും ബ്യൂട്ടേൻ ആയാലും പ്രൊപ്പൈൻ ആയാലും പെന്റേൻ ആയാലും ഹെക്സേൻ ആയാലും ആരെ ആരും എടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോണേ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറിനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. സോ നമ്മളെല്ലാവരും വീട്ടിൽ ദിവസവും ഒരു ഹൈഡ്രോ കാർബൺ കത്തിക്കുന്നുണ്ട്, അറിയോ? നമ്മളെല്ലാവരും വീട്ടിൽ ദിവസവും ഒരു ഹൈഡ്രോ കാർബൺ കത്തിക്കുന്നുണ്ട്, അറിയോ? നമ്മൾ കത്തിക്കുന്ന ഹൈഡ്രോ കാർബണിന്റെ പേരാണ് ബ്യൂട്ടൈൻ. എന്താടാ പേര്? ബ്യൂട്ടൈൻ. അതായത് CH3 CH2 CH2 CH3. യവൻ 4 കാർബണുള്ള കോമ്പൗണ്ട്. യവനെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവൂല, പക്ഷെ നമുക്ക് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. LPG ഗ്യാസ് ഇല്ലടാ വീട്ടിലിരിക്കുന്ന LPG ഗ്യാസ് ഇല്ലേ? ആ വീട്ടിലിരിക്കുന്ന LPG ഗ്യാസിനകത്ത് പുറത്തോട്ട് വരുന്ന ഗ്യാസ് ആണ് ബ്യൂട്ടൈൻ. അതിനെ നമ്മൾ കത്തിക്കുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ദിവസം എന്ത് ചെയ്യുക? കുക്ക് ചെയ്യുക. സോ വളരെ നല്ല ഫ്യൂവൽസ് ആണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോള്, ഡീസൽ എല്ലാം എന്താ തന്നെയാണ്? ഹൈഡ്രോ കാർബൺ തന്നെ. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോള്, ഡീസൽ എല്ലാം എന്ത് തന്നെ? ഹൈഡ്രോ കാർബൺസ് ആണ്. സോ അതേപോലെ ഹൈഡ്രോ കാർബൺസിനെ കത്തിച്ച് കഴിഞ്ഞാൽ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് നമുക്ക് കിട്ടും. ഹീറ്റ് മാത്രമല്ല, അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. പറഞ്ഞ മനസ്സിലായോ? സോ എനി ആൽക്കൈൻ ഓൺ കമ്പഷൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഓക്കെ, ഏതെങ്കിലും ഒരു ആൽക്കൈൻ നമ്മൾ കമ്പഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. അപ്പൊ ഈ കാര്യം ക്ലിയർ ആണോ? ശ്രദ്ധിക്കണം. ഇതിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്ത്, ഇതിന്റെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്ത്. CH4 plus O2 gives dash plus dash. അതൊക്കെ കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ C2H6 plus O2 gives dash plus dash. എന്ത് കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഏതോ ആൽക്കൈൻ ആയിക്കോട്ടെ, ആൽക്കൈൻ ഏതും ആയിക്കോട്ടെ, അതിനെ കത്തിച്ചാൽ 2 സാധനം കിട്ടുള്ളൂ. എന്തുവാ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ആൽക്കൈൻ ഏതും ആയിക്കോട്ടെ, അതിനെ കത്തിച്ചാൽ കിട്ടുന്ന 2 സാധനങ്ങൾ ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണോ വിചാരിക്കണം? അതെ ശ്രദ്ധിക്കാം. അപ്പോ കമ്പഷൻ അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ആൽക്കൈൻ നമ്മൾ എടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. സോ കമ്പഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന സാധനമാണ് പോളിമറൈസേഷൻ. എന്താ വിളിക്കുക? പോളിമറൈസേഷൻ. വളരെ സിമ്പിൾ ആണ്. വാട്ട് യു മീൻ ബൈ പോളിമറൈസേഷൻ? പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ പോളിമറിന് ഉണ്ടാകുന്ന പ്രോസസ് ആണ്. ഞാൻ പോളിമറിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. പോളിമേഴ്സ്. വീട്ടിലിരിക്കുന്ന പോളിത്തീൻ ബാഗ് ഒരു പോളിമറാണ്. വീട്ടിലിരിക്കുന്ന PVC ഒരു പോളിമറാണ്. വീട്ടിലെ നമ്മളെ നോൺ സ്റ്റിക് കുക്ക് വെയറിനകത്തുള്ള ഒരു കറുത്ത കോട്ടിംഗ് ഇല്ലേ, അത് നമ്മൾ വിളിക്കുന്നതാണ് ടെഫ്ലോൺ. എന്താണ്? ഒരു പോളിമറാണ്. വീട്ടിലിരിക്കുന്ന റബ്ബർ, നാച്ചുറൽ റബ്ബർ, മരത്തിൽ വിട്ടിരിക്കുന്ന റബ്ബർ പോളിമർ. പിന്നെ എന്തെങ്കിലും വിട്ടുപോയോ? പോളിത്തീൻ, PVC, ടെഫ്ലോൺ, പിന്നെ ടെട്രാഫ്ലോറോ ഇതും പറഞ്ഞു. ഓക്കെ, സോ ഇതൊക്കെ പോളിമേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. സോ വാട്ട് ഈസ് എ പോളിമർ? എന്താണ് ഒരു പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കടാ, കെമിസ്ട്രിയുടെ ഭാഷയിൽ വളരെ ചെറിയ മോളിക്യൂൾസ് ആണ്. ഓക്കെ അല്ലെ? ആ മോളിക്യൂൾസ് നമ്മൾ വിളിക്കുന്ന മോണോമേഴ്സ് എന്നാ വിളിക്കുക. ഓക്കെ അല്ലെ? വളരെ ചെറിയ കുറെ മോളിക്യൂൾസ് ആണ്. N നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഒരുപാട് മോളിക്യൂൾസ് ആണ്. ഓക്കെ അല്ലെ? കണ്ടമാനം മോളിക്യൂൾസ് ആണ്.
ഒത്തിരി ഒത്തിരി നമ്മളെ n എന്ന് വെച്ച് സൂചിപ്പിക്കും. ഈ n നമ്പർ ഓഫ് മോളിക്യൂൾസിനെ തമ്മിൽ കൂടി ചേർക്കുമ്പോൾ ഇത് നമ്മൾ മോണോമർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മോണോമർ. ഇങ്ങനെയുള്ള n നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മളിങ്ങനെ കൂട്ടി ചേർത്ത് വെക്കുമ്പോൾ ഇതൊരു വലിയ കോമ്പൗണ്ട് ആവും. ഇതെന്താവും? ഒരു വലിയ കോമ്പൗണ്ട് ആവും, ഒരു ലാർജ് കോമ്പൗണ്ട്, ഒരു മാക്രോ കോമ്പൗണ്ട് ആവും. ആ കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമേഴ്സ്. എന്ത് വിളിക്കും? പോളിമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? ഒരുപാട് മോണോമറുകൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന സാധനമാണ് എന്ത്? പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് മോണോമറുകളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാകുന്ന സാധനമാണ് എന്ന് പറയുന്നത് പോളിമർ എന്ന് പറയുന്നത്. പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്നത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പോളിത്തീൻ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന PVC, പോളി വിനൈൽ ക്ലോറൈഡ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ടെഫ്ലോൺ, പോളി ടെട്രാഫ്ലൂറോഇഥീൻ, നാച്ചുറൽ റബ്ബർ, ഇതെല്ലാം എന്താണ്? പോളിമർ ആണ്. ഓക്കെ അല്ലെ? സോ നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഒരു പോളിമറൈസേഷൻ, പോളിമറിന് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് എഴുതാൻ പോണെന്ന് നോക്കിക്കോ. ശ്രദ്ധിക്കാം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തിരിച്ചറിയാൻ ഞാൻ പറഞ്ഞു. സിംഗിൾ ബോണ്ട് ആയിരിക്കും, സൺലൈറ്റ് കാണും, എന്തെങ്കിലും സാധനത്തിന് ആഡ് ചെയ്തിരിക്കും. അഡിഷൻ റിയാക്ഷൻ തിരിച്ചറിയാൻ ഞാൻ പറഞ്ഞു, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആയിരിക്കും, എന്തെങ്കിലും സാധനത്തിന് ആഡ് ചെയ്തിരിക്കും. നിക്കലോ പലേഡിയോ പ്ലാറ്റിനോ കാണും. കമ്പഷൻ ആണെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ മതി. വളരെ സിമ്പിൾ. ഓക്സിജൻ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. ഒരു സാധനം പോളിമറൈസേഷൻ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ആ റിയാക്ഷനിൽ n ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. വളരെ സിമ്പിളാ. എന്തുണ്ടോ നോക്കിയാൽ മതി? n ഉണ്ടോ നോക്കിയാൽ മതി. ഞാൻ അതിന്റെ ഒരു റിയാക്ഷൻ എഴുതി കാണിച്ചു തരാം. പോളിത്തീൻ കവർ ആ മോണോമറിൽ നിന്ന് പോളിമർ ആവുന്ന റിയാക്ഷൻ ഞാൻ എഴുതി കാണിച്ചു തരാം. നോക്കോ. സോ ഇതാണ് ഈത്തീൻ. CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെ? 2 കാർബൺ ഡബിൾ ബോണ്ട് ഈത്തീൻ. ഇതാണ് ഈത്തീൻ. ഓക്കെ, ഇത് ഒരുപാട് എണ്ണം ഉണ്ട്. ഈത്തീൻ എന്ന് പറഞ്ഞ ചെറിയ മോണോമർ ആണ്. ഓക്കെ, ഇതൊരു മോണോമർ ആണ്. ഇങ്ങനെ ഒരുപാട് മോണോമർ അങ്ങനെ ഇരിപ്പുണ്ട്, ഒരുപാട് കണ്ടമാനം ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടമാനം ഇരിപ്പുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതിന് സൈഡിൽ ഒരു n ഇട്ട് കൊടുക്കുന്നു. എന്തിട്ട് കൊടുക്കുന്നു? NCH2CH2. എന്താ അർത്ഥം? ഒരുപാട് ഇരിപ്പുണ്ട് സാധനം. ഓക്കെ ആണോ? NCH2 ഡബിൾ ബോണ്ട് CH2 ഇതുവരെ ഓക്കെ ആണ്. സോ NCH2 ഡബിൾ ബോണ്ട് CH2 റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ ആണ് പോളിമറൈസേഷൻ. ഇതിന്റെ പ്രോഡക്റ്റ് എങ്ങനെ വരും? ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾ എപ്പോൾ പോളിമറൈസ് ചെയ്യുവാണെങ്കിലും ഇതൊരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ ആയിരിക്കും. അതിൽ ഒരു ബോണ്ട് അങ്ങ് ഊരിയെടുക്കാം. ഒരു ബോണ്ട് എന്ത് ചെയ്യുക? ഊരിയെടുക്കുക. ഒരു ബോണ്ട് ഊരിയെടുക്കുമ്പോൾ എന്തായിട്ട് നോക്കാം? CH2. ബാക്കി എല്ലാം അതേപോലെ എഴുതാം. CH2 സിംഗിൾ ബോണ്ട് CH2. ക്ലിയർ ആണോ? എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആക്കുക. കണ്ടോ? എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തോട്ട് 2 കമ്പ് പിടിച്ച് കുത്തി കയറ്റിയ പോലെ 2 വര വരയ്ക്കാം. ഇങ്ങനെ കണ്ടോ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചേക്കുക. വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ n കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിന്റെ ഒരു ബോണ്ട് അങ്ങ് ഊരി വലിച്ചു വിടണം. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരു ബോണ്ട് വരുമ്പോൾ സിംഗിൾ ബോണ്ട് ആവും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. ഒരു ബോണ്ട് വലിച്ചു വിടുമ്പോൾ എന്ത് വരും? CH2 സിംഗിൾ ബോണ്ട് CH2. കണ്ടോ? ഇനി നിങ്ങൾ അതിനെ ഒരു സ്ക്വയർ പെട്ടിയിലാക്കണം. സ്ക്വയർ ബ്രാക്കറ്റ്. കണ്ടോ? സിമ്പിൾ അല്ലേ? 2 സൈഡിൽ നിന്ന് ആ ബോണ്ട് കുത്തി ഇറക്കണം. 2 സൈഡിൽ നിന്ന് ബോണ്ട് കുത്തി ഇറക്കാം. ബോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി ഇതിന്റെ താഴെ നമ്മളുടെ n ഇട്ടിട്ടില്ലേ? ആ ഇതിന്റെ താഴെ എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. ഇതിനർത്ഥം ഇതേപോലെ കുറെ കോമ്പൗണ്ട് അങ്ങോട്ടുണ്ട്. മനസ്സിലായോ? ഇതേപോലെ കുറെ കോമ്പൗണ്ട് അങ്ങോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുത്ത് പോലെ ഇരിക്കുന്ന സാധനമാണ്. അതിന്റെ കോർത്ത് വെച്ചേക്കുന്ന സാധനം. കണ്ടോ? ദിസ് ഇസ് പോളിമർ ആണ്. ഇതിന്റെ പേരെന്ത് വരും? ഇതിന്റെ പേര് ഈത്തീൻ എന്ന. അത് പോളിമർ ആവുമ്പോൾ അതിന്റെ പേരിനെ ഒരു പോളി ചേർത്ത് വിളിച്ചാൽ മതി. എന്ത് വിളിക്കണം? പോളി ഈത്തീൻ. ഇതിനെന്ത് വിളിക്കൂടാ? പോളി ഈത്തീൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പോളി ഈത്തീൻ എന്ന് വിളിക്കും. നമ്മൾ അതിനെ ചുരുക്കി പോളിത്തീൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പോളിത്തീൻ. പറഞ്ഞ ക്ലിയർ ആണോ? പോളിത്തീന്റെ റിയാക്ഷൻ എഴുതാൻ പഠിച്ചോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെയ്ത് പഠിക്കുക. പോളിത്തീന്റെ റിയാക്ഷൻ എഴുതാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു പോളിമർ ഉണ്ടാക്കി നോക്കിയാലോ? നോക്കാം. CF2 ഡബിൾ ബോണ്ട് CF2. ഇതൊരു കോമ്പൗണ്ട് ആണ്. ഓക്കെ അല്ലേ? ഇവിടെ ഒരു n ഉണ്ട്. n ഉണ്ടപ്പോ എന്ത് മനസ്സിലായി? ഇത് എന്ത് സംഭവിക്കാൻ പോണ സാധനമാണ്? ഇതൊരു പോളിമറൈസേഷൻ സംഭവിക്കാൻ പോണ സാധനമാണ്. ഓക്കെ, നൈസ്. ഇനി ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാം. ഇതിന്റെ പേരെന്താ? വാട്ട് ഇസ് ദിസ് നെയിം? എത്ര ഫ്ലൂർ ഉണ്ട് ഇവിടെ? 2+2 4 ഫ്ലൂർ. 4 ഫ്ലൂർ എന്ന് പറയുമ്പോൾ ടെട്രാഫ്ലൂറോ. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. ഈത്തീൻ. ഡബിൾ ബോണ്ട് അല്ലേ? ഈത്തീൻ. ഇതിന്റെ പേരെന്തോടാ? ടെട്രാഫ്ലൂറോ ഈത്തീൻ. ടെട്രാ ടെട്രാ 4 ഫ്ലൂറിൻ ഈത്തീൻ 2 കാർബൺ. ടെട്രാഫ്ലൂറോ ഈത്തീൻ. ഓക്കെ, നൈസ്. അതൊക്കെ മനസ്സിലായി. ഇനി ഇതിനെ പോളിമറൈസ് ചെയ്യും. ഇത് മോണോമർ ആണ്. ടെട്രാഫ്ലൂറോ ഈത്തീൻ എന്ന് പറഞ്ഞാൽ മോണോമർ ആണ്. ഓക്കെ, ഇതിനെ പോളിമറൈസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആ ഡബിൾ ബോണ്ടിന് ഒരു ബോണ്ട് അങ്ങ് വരച്ചു വിടുക. എന്ത് കിട്ടും? CF2
സിംഗിൾ ബോണ്ട് CF2. ഇനി എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ പെട്ടിയിലാക്കാം. വാട്ട് ഹാപ്പൻസ്? എന്താണ് കൂടെ രണ്ട് കമ്പ് കുത്തിക്കയറ്റുക. ബോണ്ടാണ് കാണുന്നത്. താഴെ എന്തിടുക? N ഇടുക. ഇതിന്റെ പേര് എന്തുവായിരിക്കൂടാ? ഇത് ടെട്രാഫ്ലോറോ ഇതിനായിരിക്കും. ഇതിന്റെ പേര് എന്തുവായിരിക്കും? ഇതിന്റെ പേര്? പോളി. ഒരു പോളി എടുത്താൽ മതി. പോളി ടെട്രാ ഫ്ലൂറോ ഇഥീൻ. പോളി ടെട്രാ ഫ്ലൂറോ ഇഥീൻ എന്നായിരിക്കും. ഇത് നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കും. ആ ചെല്ലപ്പേരാണ് ടെഫ്ലോൺ. എന്തു പറയും? ടെഫ്ലോൺ എന്ന് പറയും. ഓക്കെ ആണോ? പോളി ടെട്രാ ഫ്ലൂറോ ഇഥീൻ അഥവാ ടെഫ്ലോൺ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നൈസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് എഴുതി നോക്കുകയാണ്. CH2 ഡബിൾ ബോണ്ട് CH CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CHCl. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് പഠിച്ചു വെച്ചോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പേരാണ് വിനൈൽ ക്ലോറൈഡ്. ഇതിന്റെ പേരാണ് വിനൈൽ ക്ലോറൈഡ്. ഇവിടെ എന്ന് കണ്ടോളാ? കണ്ടോ? ഉറപ്പിച്ച് എന്ത് റിയാക്ഷൻ ഇത്? പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. ഒരു പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. എന്ത് ചെയ്യണം? വരയ്ക്കാം. റിയാക്ട് വിത്ത് സംഭവിക്കും. വാട്ട് ഹാപ്പൻസ്? എന്ത് പറ്റും? പറ. റിയാക്ട് ചെയ്യുമ്പോ ഇതിന്റെ റിയാക്ഷൻ എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോണ്ടങ്ങ് വലിച്ചു വരുന്നു. അപ്പൊ എന്ത് കിട്ടും? CH2 സിംഗിൾ ബോണ്ട് CHCl. ഇതിനൊരു സ്ക്വയർ പെട്ടിയിലാക്കുക, ഇതിനെ മറ്റൊരു സ്ക്വയർ പെട്ടിയിലാക്കുക. വളരെ സിമ്പിൾ. എന്ത് ചെയ്യുക? രണ്ട് ബോണ്ട് കുത്തിക്കയറ്റുക. ഇനി ഇവിടെ താഴെ എന്നിട്ട് കൊടുക്കുക, N ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു. ബോണ്ട് വലിച്ചൂരുക, സ്ക്വയർ പെട്ടിയിലാക്കുക, രണ്ട് സൈഡിൽ നിന്നും ബോണ്ട് കുത്തിക്കയറ്റുക, താഴെ ഒരു N ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിൾ. പോളിമറൈസേഷൻ. ഓക്കെ. അപ്പോ ഇതിന്റെ പേരെന്തുവായിരിക്കും? ഇത് വിനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ ഇതിന്റെ പേരെന്തുവായിരിക്കും? സിമ്പിൾ. പോളി വിനൈൽ ക്ലോറൈഡ്. ഓക്കെ. ഇത് നമ്മൾ ചുരുക്കി ചെല്ലപ്പേരിട്ട് വിളിക്കും. PVC എന്ന് വിളിക്കും. ഇതാണ് PVC. ഇത് മോണോമർ ആണ്, ഇത് പോളിമർ ആണ്. ഇത് മോണോമർ ആണ്, അത് പോളിമർ ആണ്. വളരെ സിമ്പിൾ. ക്ലിയർ ആണോടാ? ഇനി പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ്, ശ്രദ്ധിക്കാം. ഐസോപ്രീൻ. ഇതോടാ ഐസോപ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു മോണോമർ ആണ്. എന്താണ്? ഒരു മോണോമർ ആണ്. അപ്പൊ ഈ ഐസോപ്രീനെ നമ്മൾ പോളിമറൈസ് ചെയ്ത് നമുക്ക് എന്തോ കിട്ടുന്നത്? ഒരു പോളി ചേർത്ത് വായിച്ചപ്പോൾ എന്ത് കിട്ടും? പോളി ഐസോപ്രീൻ കിട്ടും. ഇതിനെ വിളിക്കുന്ന നമ്മൾ മറ്റൊരു പേരാണ്, ഈ പോളി ഐസോപ്രീന്റെ മറ്റൊരു പേരാണ് നാച്ചുറൽ റബ്ബർ. എന്ത് വിളിക്കും? നാച്ചുറൽ റബ്ബർ. പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ദ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ? നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ എന്ത്? നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ആണ് ഐസോപ്രീൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ ആണ് എന്ത്? ഐസോപ്രീൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ്. വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ ആണോ? ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ്. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. So what is the monomer of natural rubber? അല്ലെങ്കിൽ what is the polymer of isoprene? ഓക്കെ അല്ലേ? സോ ഇതോടുകൂടി നമ്മുടെ പോളിമറൈസേഷൻ ടോപ്പിക് കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ നിങ്ങൾ റീവൈൻഡ് അടിച്ച് കാണുക. ഇമ്പോർട്ടന്റ് ആണ്. സോ ലാസ്റ്റ് ടോപ്പിക് ആണ് തെർമൽ ക്രാക്കിംഗ്. ഒന്നുമില്ല. വളരെ സിമ്പിൾ. ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ക്രാക്ക് ചെയ്യുക. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഹൈഡ്രോ കാർബൺ തരുവാണെങ്കിൽ ആ ഹൈഡ്രോ കാർബൺ ഒടിച്ചിട്ട് രണ്ട് പീസാക്കി എഴുതണം. ഹൈഡ്രോ കാർബൺ ഒടിക്കുക, രണ്ട് പീസാക്കി എഴുതാം. ഒടിക്കുക, പീസാക്കി എഴുതാം. സിമ്പിൾ. അപ്പോൾ നമ്മൾ ഹൈഡ്രോ കാർബൺ ഒരു പ്രത്യേക പ്രസലൻ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഹൈഡ്രോ കാർബൺ ബ്രേക്ക് ഡൗൺ ചെയ്ത് രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട് ആയിട്ട് മാറും. അങ്ങനെ രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട് ആവുമ്പോൾ അതിൽ ഒരു കോമ്പൗണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കും, ഒരു കോമ്പൗണ്ട് എപ്പോഴും ഡബിൾ ബോണ്ട് ആയിരിക്കും. നോക്കടാ, വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോ. സപ്പോസ് CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3 ഉണ്ടോ? ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. അതിനകത്ത് എന്താ? തെർമൽ ക്രാക്കിംഗ് ആണ്. ഓക്കെ. ഇനി ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുകയാണ് തെർമൽ ക്രാക്കിംഗ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കോമ്പൗണ്ട് രണ്ടായിട്ട് ഒടിക്കണം. ഓക്കെ. എങ്ങനെ രണ്ടായിട്ട് ഒടിക്കാം? എത്ര കാർബൺ ഉണ്ട് അതിനകത്ത്? 3 കാർബൺ ഉണ്ട്. ആ 3 കാർബൺ മേടിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കാം, എങ്ങനെ ഇതിനെ ഒടിക്കാം? ഒന്നെങ്കിൽ നോക്കേ, 1ഉം 2ഉമായിട്ട് ഒടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുത്തെ ബോണ്ട് ഒടിക്കാം. എങ്ങനെയാലും ഒടിക്കാം. ഓക്കെ അല്ലേ? ഒടിച്ച് രണ്ട് പീസ് ആക്കാം. ഇതിൽ ഒരു പീസ് എപ്പോഴും എന്തായിരിക്കണം? സിംഗിൾ ബോണ്ട് ആയിരിക്കണം. മറ്റേ പീസ് എപ്പോഴും എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് ആയിരിക്കണം. അതാണ് റൂള്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് പീസ് ആക്കാം. പക്ഷെ അതിനകത്ത് ഒരെണ്ണം സിംഗിൾ ബോണ്ടും ഒരെണ്ണം എന്തുമായിരിക്കണം? ഡബിൾ ബോണ്ടും ആയിരിക്കണം. ഒരെണ്ണം സിംഗിൾ ബോണ്ടും ഒരെണ്ണം ഡബിൾ ബോണ്ടും ആയിരിക്കണം. ഓക്കെ അല്ലേ?
ഒരെണ്ണം സിംഗിൾ ബോണ്ടും ഒരെണ്ണം ഡബിൾ ബോണ്ടും ആയിരിക്കണം. അപ്പൊ ഇതിനകത്ത് എന്തായാലും നമുക്ക് ഡബിൾ ബോണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് എന്ത് ചെയ്യാം, ഡബിൾ ബോണ്ട് കൊടുക്കാം. ഇനി ബാക്കി ഹൈഡ്രജൻ ഇട്ടോളും. 2 ബോണ്ട് പോയി, ബാക്കി എത്ര ഹൈഡ്രജൻ? CH2, 2 ഹൈഡ്രജൻ. 2 ബോണ്ട് പോയി, ബാക്കി എത്ര ഹൈഡ്രജൻ? CH2, 2 ഹൈഡ്രജൻ. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് കിട്ടി. പ്ലസ് എന്താ? CH4. ഒന്നുകൂടെ പറയാം. വേറെ ക്വസ്റ്റ്യൻ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതിന് നമ്മൾ തെർമൽ ക്രാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇത് 2 പീസാക്കുള്ള വകുപ്പ് നോക്കുക. 4 കാർബൺ, 1 2 3 4. എങ്ങനെയൊക്കെ ഇതിന്റെ പീസാക്കാടാ? ഒന്നെങ്കിൽ നോക്കെ 1 3 നോക്കാം അല്ലെ, 4 കാർബൺ ആണ്. അല്ലെങ്കിൽ 2 2 ആക്കാം. അല്ലെങ്കിൽ നോക്കണം അതിന് എങ്ങനെയൊക്കെ പീസാക്കാം. നോക്കാം. നോക്കാം. ഓക്കെ, ഇതിന് എങ്ങനെയൊക്കെ പീസാക്കാം ശ്രദ്ധിക്കാം. 4 കാർബൺ ഉണ്ട് കയ്യിൽ. ഇതിന് എങ്ങനെയൊക്കെ പീസാക്കാം? ഒന്നെങ്കിൽ ഇവിടെ വെച്ച് മുറിച്ചിട്ട് 1 3 നോക്കാം അല്ലെ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് മുറിക്കുമ്പോൾ 2 2 ആവും. അല്ലെങ്കിൽ ഇവിടെ വെച്ച് മുറിക്കുമ്പോൾ 3 1 ആവും. കണ്ടോ? ഇതിൽ ഏത് ആൻസർ ആണെങ്കിലും ആവാം. എന്താ കണ്ടീഷൻ? ഒരാൾ സിംഗിൾ ബോണ്ട് ആയിരിക്കണം, മറ്റേ ആൾ എന്തായിരിക്കണം? ഡബിൾ ബോണ്ട്. നമ്മൾ ഇതാണ് മുറിക്കുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് വരും? ഇത് CH4 വരും. ഇതെന്തായിരിക്കണം? ഇത് ലിസ്റ്റ് കൊടുത്താൽ ഡബിൾ ബോണ്ട് കൊടുക്കുക. CH3 CH ഡബിൾ ബോണ്ട് CH2. കണ്ടോ? ഇതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്ത് കൊടുക്കുക? ഡബിൾ ബോണ്ട് കൊടുക്കുക. ഒരെണ്ണം സിംഗിൾ ബോണ്ട് ആയിട്ട് ഇടുക. ഇപ്പൊ ഞാൻ സിംഗിൾ ബോണ്ട് എടുത്ത് ഇത് ഡബിൾ ബോണ്ട് ആയി കൊടുക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് ഡബിൾ ബോണ്ട് ആക്കിയില്ലേ CH2 ഡബിൾ ബോണ്ട് CH2. കണ്ടോ? ഇനി ഇതാണ് ഞാൻ ചെയ്തെന്ന് വിചാരിക്കാം. ഇതിൽ ഏതെങ്കിലും ഓർമ്മ നോക്കി, ഇതും ഇതിൽ ആക്ച്വലി സെയിം ആണ്. ഓക്കെ, 1 3 3 1. കണ്ടോ? ഇതിനകത്ത് തന്നെ താഴെ കിടത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? നോക്കി, ഇത് ഒരിക്കലും നിങ്ങളുടെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കൂല. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കില്ല. കാരണം പല ആൻസേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ പ്രഷർ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ട് പല ആൻസേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇതാണ്. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ അങ്ങ് തരും കയ്യിൽ. ഈ റിയാക്ഷൻ അതിന്റെ ആൻസർ നിങ്ങളുടെ കയ്യിൽ അങ്ങ് തരും. ഓക്കെ, ഇതാ ഈ റിയാക്ഷൻ അങ്ങ് തരും. എന്നിട്ട് ചോദിക്കും ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് ചോദിക്കും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കോമ്പൗണ്ട് തരും. ആ കോമ്പൗണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ കോമ്പൗണ്ട് 2 പീസ് ആയിരിക്കും. അതിൽ ഒരു പീസ് ഡബിൾ ബോണ്ടും ഒരു പീസ് സിംഗിൾ ബോണ്ടും വരും. ഈ കാര്യം മാത്രം ഓർത്തിരിക്കാം. ഒരു കോമ്പൗണ്ട് 2 ആയിട്ട് പൊട്ടി അതിൽ ഒരു പീസ് ഡബിൾ ബോണ്ടും ഒരു പീസ് സിംഗിൾ ബോണ്ടും ആണെങ്കിൽ ഏത് റിയാക്ഷനാ? തെർമൽ ക്രാക്കിംഗ് ആണ്. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കെ ഇങ്ങനെ ആയിരിക്കും. പല തവണ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നോക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾ തന്നെ. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതെങ്ങനെ മാച്ച് ചെയ്യാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. നിങ്ങൾക്ക് കുറച്ച് ഞാൻ ടൈം വരാം. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് എടുക്കുക, മാച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇത് കാണുക. നോക്കെ, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് തന്നേക്കുന്നത് പ്ലസ് H2. ഒരു H ഇവിടെ കയറുന്നു, ഒരു H ഇവിടെ കയറുന്നു. ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നത്, അവിടെ സംഭവിക്കുന്നത് എന്തോ പറ്റൂ. നോക്കെ, ഈ റിയാക്ഷൻ ഡബിൾ ബോണ്ട് ആണ്. അതേപോലെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തേക്കുവാണ്. അപ്പൊ ഉറപ്പായിട്ട് എന്ത് റിയാക്ഷൻ ആണ്? അഡിഷൻ റിയാക്ഷൻ ആണ്. അങ്ങനെ ആലോചിക്കും നിങ്ങൾ. അഡിഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ ബോണ്ട് പൊട്ടിട്ട് ഇവിടെ 2 ഹൈഡ്രജൻ കയറുന്നുണ്ടാവും അല്ലേ? നോക്ക്, ഇവിടെ ബോണ്ട് പൊട്ടി 2 ഹൈഡ്രജൻ കയറിയത് എവിടാണ്? കണ്ടോ? ഇവിടെ അല്ലേടാ, ഇവിടെ അല്ലേ? സോ ദിസ് വൺ ഇങ്ങോട്ട്. ഓക്കെ, CH3Cl + Cl2 സിംഗിൾ ബോണ്ട് ആണ്. ഒരു സാധനം ആഡ് ചെയ്തിരിക്കുന്നു. സിംഗിൾ ബോണ്ട് ആണ്, ഒരു സാധനം ആഡ് ചെയ്തിരിക്കുന്നു. എന്ത് റിയാക്ഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ഉറപ്പായിട്ടും ഇവിടുന്ന് ഒരു H ഇറങ്ങിപ്പോയി കാണും, ഒരു Cl ഇങ്ങോട്ട് വന്ന് കയറി കാണും. H ഇറങ്ങിപ്പോയി Cl കയറിയ സാധനം ഇവിടെ CH2Cl2. കണ്ടോ? ഓക്സിജൻ റിയാക്ട് ചെയ്താൽ ഉറപ്പായിട്ട് അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഇനി എന്ന് കണ്ടു ഉറപ്പായിട്ട് എന്താ? പോളിമറൈസേഷൻ ആണ്. കണ്ണും പൂട്ടിയതാ ഇതിൽ കൊടുത്തു. കണ്ടോ? ഇവിടെ ഒരു കോമ്പൗണ്ട് ചുമ്മാ എഴുതിയേക്കുക. അതിനർത്ഥം എന്താ? തെർമൽ ക്രാക്കിംഗ് ആണ്. തെർമൽ ക്രാക്കിംഗ് നടന്നാൽ എന്താ ഉണ്ടാവുക? ഇത് 2 ആയിട്ട് പൊട്ടിട്ടുണ്ടാവും. ഓക്കെ, 2 ആയിട്ട് പൊട്ടിയിട്ട് ഒരെണ്ണം സിംഗിൾ ബോണ്ട്, ഒരെണ്ണം എന്തുമായിരിക്കും? ഡബിൾ ബോണ്ടും ആയിരിക്കും. ഓക്കെ, 2 ആയിട്ട് പൊട്ടി 2 കോമ്പൗണ്ട് ഉണ്ട് ഇവിടെ. ഒരെണ്ണം ഡബിൾ ബോണ്ട്, ഒരെണ്ണം സിംഗിൾ ബോണ്ട്. ഉറപ്പിച്ചു ഇത് തന്നെയാണ്. കണ്ടോ? പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. സോ എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക.